ഞാനൊരു വാഴയെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ജാസ്മിൻ ഒളിപ്പിച്ചു വെച്ചത് ഗബ്രി കണ്ടുപിടിച്ചു. രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് വാഴയിലേക്ക് ഗബ്രി നോക്കുന്നത്. ഗബ്രി അങ്ങോട്ട് നോക്കി ഒരു പ്രത്യേകതരം ചിരി ചിരിച്ചപ്പോൾ തന്നെ ജാസ്മിനും കാര്യം മനസ്സിലായി. ജാസ്മിൻ ഗബ്രി എന്നും ജാസ്മിൻ എന്നും വാഴയിലയിൽ പേരെഴുതി നെയിൽ പോളിഷൊക്കെ വെച്ച് ഡിസൈൻ ചെയ്ത് കളർ കൊടുത്ത് അടിപൊളിയാക്കി ഒരു വാഴയില എടുത്ത് ആ വാഴയുടെ ഇടയ്ക്ക് കുത്തി വെച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഗബ്രിയും പുറത്തുനിന്ന് അത് കണ്ടിട്ട് തന്നെയാണ് വന്നത്. അതിങ്ങ് എടുത്തേ എന്ന് ഗബ്രി പറയുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് ഇത് അതൊക്കെ അവർ കൊണ്ടുപോയി, അതൊന്നും അവിടെ ഇല്ലെന്ന്. അതായത് ബിഗ് ബോസിന്റെ ടീം വന്ന് എടുത്തോണ്ട് പോയെന്നായിരിക്കും. പിന്നെ വെറുതെ നീ ചുമ്മാ പറയൂ, എടുത്തേന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ സമ്മതിക്കുന്നില്ല. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് അതെന്തിനാ അങ്ങനെ എഴുതി വെച്ചെന്ന്. എടാ ഞാൻ ഓർത്ത് കഴിഞ്ഞ വീക്കിൽ ഞാൻ എവിക്റ്റ് ആവുമെന്ന്. അപ്പൊ ഞാൻ എവിക്റ്റ് ആയി പോയാലും നീ ഇവിടെ വരുമ്പോ ഇത് കാണുമല്ലോ എന്ന് ഓർത്ത് ഞാൻ അങ്ങനെ എഴുതി വെച്ചതാണെന്നൊക്കെ. ജാസ്മിനോട് എടുക്കാൻ പറഞ്ഞിട്ട് ജാസ്മിൻ എടുക്കുന്നില്ല. അവസാനം സോഫയുടെ മോളിൽ കയറി നിന്ന് കണ്ടുപിടിക്കുകയാണ് ഗബ്രി അത് കണ്ടുപിടിച്ചിട്ട് നേരെ അപ്സരയെ കാണിക്കുന്നതാണ്. അപ്സര ഇത് നോക്കിക്കേ, ഞാനൊരു വാഴയാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവള്, വാഴയിൽ തന്നെ എൻ്റെ പേര് എഴുതി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയാണ്. അതിനിടയ്ക്കാണ് ജാസ്മിൻ വാഴയിലയിൽ ജാസ്മിന്റെ പേര് എഴുതിയേക്കുന്നതിന്റെ സ്പെല്ലിങ് ഗബ്രി ശ്രദ്ധിക്കുന്നത്. നീയല്ലേ പറഞ്ഞത് ജാസ്മിൻ അവസാനം ഈ ഇല്ല എന്ന്, പിന്നെ ഇപ്പൊ എന്താ ഈ എഴുതിയിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഈ കൂടെ എഴുതിയിട്ടുണ്ട് ജാസ്മിൻ അവസാനം. അത് നീയല്ലേ ഈ ഉണ്ടെന്ന് പറഞ്ഞത്, അപ്പൊ നീ പറഞ്ഞതുപോലെ ഞാൻ എഴുതിയതാ. ഒന്ന് ആലോചിച്ച് നോക്കണം, ജാസ്മിന്റെ പേര് വരെയും ഗബ്രിക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ സ്പെല്ലിങ് മാറ്റി എഴുതി വെച്ചിരിക്കുകയാണ്. അസ്ഥിക്ക് പിടിച്ച പ്രണയം എന്നല്ലാതെ ഈ ഒരു ബന്ധത്തെ വേറൊന്നും പറയാനില്ല.